ഞണ്ടുപോയ ശേഷം കാർത്തി കൂട്ടുകാരോട് പറയുകയാണ്, വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരുത്തനാണ്, പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. ഇന്നവർ തീർന്നു തന്നെയെന്ന് അവർ പറയുമ്പോൾ കാർത്തി പറയുകയാണ്, ശരി തീരട്ടെ, ജയിലിൽ പോകുന്നതുവരെ ഞാൻ മറഞ്ഞിരിക്കും ബുള്ളറ്റ് ജഗന്റെ കണ്ണിൽപ്പെടാതെ. അതിനുശേഷം വണ്ടിയെടുത്ത് പോവുകയാണ് അവരെല്ലാവരും. പിന്നീട് കാണിക്കുന്നത് രാത്രി വീട്ടിലിരുന്ന് കണക്കൊക്കെ എഴുതുന്ന ഭാഗ്യലക്ഷ്മിയാണ്. അന്നേരം ഭാഗ്യലക്ഷ്മിക്ക് ദിലിയുടെ ഫോൺ വരികയാണ്. ഫോൺ എടുത്ത് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഹലോ മോനെ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. അമ്മ, എനിക്ക് കുറച്ച് പൈസ അർജന്റായിട്ട് വേണം. ഇവിടെ കല്യാണത്തിന്റെ തിരക്കൊക്കെ നിനക്ക് അറിയാമല്ലോ മോനെ. അതിനിടയ്ക്ക് പെട്ടെന്ന് ചോദിച്ചാൽ എന്ന് പറയുമ്പോൾ ദിലി പറയുകയാണ്, എനിക്ക് തർക്കിക്കാൻ വയ്യമ്മേ. അമ്മ എത്രയും പെട്ടെന്ന് പൈസ അയക്കണം. ശരി, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ദിലി. അതേസമയം അവിടേക്ക് വന്ന ദിയ ചോദിക്കുകയാണ്, അമ്മയുടെ പുന്നാര മോനാണോ വിളിച്ചത്? അതേന്ന് പറയുമ്പോൾ ദിയ വീണ്ടും ചോദിക്കുകയാണ്, പൈസയ്ക്ക് ആവശ്യമുണ്ടെന്നും പറഞ്ഞ് വിളിച്ചതായിരിക്കും. അവന് നല്ല ചിലവുള്ളതല്ലേ മോളെ, ഒരാള് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തെളിയും. അമ്മ ഇതുവരെ പലിശയ്ക്ക് പണം കടമെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നല്ലോ. അതിനോടൊരു താല്പര്യവും ഇല്ലായിരുന്നു. പക്ഷേ കാര്യം നടക്കണ്ടേ മോളെ? ഇത് കേട്ട് വന്ന ദീപ ചോദിക്കുകയാണ്, അങ്ങനെ അലച്ചിലൊന്നും വേണ്ടാന്ന് ലാലേട്ടൻ പറഞ്ഞതല്ലേ അമ്മേ? ദിയ ചോദിക്കുകയാണ്, ലാലേട്ടന്റെ അമ്മയ്ക്കും ഇതേ അഭിപ്രായം ആണോ? ദീപമിണ്ടാതെ നിൽക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, നനഞ്ഞിടം കുഴിക്കുന്നവരാണ് പലരും. ഒരാളൊരു സൗജന്യം ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അതൊരു അവസരമായി എടുത്തിട്ട് പരമാവധി മുതലാക്കുന്നവരെയാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അവരോടൊക്കെ പുച്ഛവും വെറുപ്പും തോന്നിയിട്ടുമുണ്ട്. ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ താടാൻ പാടില്ല മോളെ. ജയലാൽ അങ്ങനെയൊക്കെ പറഞ്ഞത് ജയലാലിന്റെ മര്യാദ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. മോളോട് ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളിലൊന്നും മോള് ഇടപെടേണ്ട. എന്തൊക്കെ സംഭവിച്ചാലും ജയലാല് തന്ന 50 പവൻ ഉൾപ്പെടെയുള്ള പണം തിരികെ കൊടുത്തിരിക്കും. ദീപ ചോദിക്കുകയാണ്, ലാലേട്ടന്റെ അമ്മ പറഞ്ഞ തുകയും പിന്നെ 50 പവനും കൂടിയാകുമ്പോൾ 19 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വേണ്ടേ അമ്മേ? ദിയ ചോദിക്കുകയാണ്, പിന്നെ കല്യാണ ചിലവും കൂടി ഉണ്ടല്ലോ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, 10-75 ലക്ഷം രൂപ വേണ്ടിവരും. വീടിന്റെ ആധാരം പുതുക്കി വെക്കുമ്പോൾ കുറച്ചു പൈസ കിട്ടും. അതിന്റെ കൂടെ പലിശക്കെടുക്കുന്ന പൈസ കൂടിയാകുമ്പോൾ തരക്കേടില്ലാതെ കല്യാണം അങ്ങ് നടക്കും. ദീപ ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ഒരു മോള് മാത്രമല്ല, 1-2 വർഷം കഴിയുമ്പോൾ ഇവളുടെ കല്യാണക്കാര്യം കൂടി ആലോചിക്കണ്ടേ? ദിയ പറയുകയാണ്, അതോർത്ത് ചേച്ചി വിഷമിക്കേണ്ട. എന്റെ കല്യാണത്തിന് കാലണ സ്ത്രീധനം കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ പിന്നെ ഒരു പ്രത്യേക സാഹചര്യമായി പോയി ചേച്ചിയുടെ, അതുകൊണ്ടാ ഞാനൊന്നും പറയാത്തത്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, നിനക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു പോകാം. കാര്യത്തോടടുക്കുമ്പോൾ ആദർശവും വീരവാദവും ഒക്കെ എല്ലാവരും മറക്കും. ഇവിടെ ഒത്തിരി ഞെരുങ്ങിയിട്ടാണെങ്കിലും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക തന്നെ വേണം. സങ്കടപ്പെട്ടു നിൽക്കുന്ന ദീപയോട് ഭാഗ്യലക്ഷ്മി പറയുന്നു, മോൾ ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട. ഇവിടെ ഈ കല്യാണം അവനായിട്ട് മുടക്കിയില്ലെങ്കിൽ അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നടത്തിയിരിക്കും. ദിലി ഒന്ന് സെറ്റിലായി കഴിയുമ്പോൾ തീർക്കാവുന്ന കടങ്ങളേ ഉള്ളൂ ഇതൊക്കെ. പിന്നെ അമ്മ സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ദിവസം ജോലിക്ക് കയറുമ്പോൾ പിന്നെ റിട്ടയർഡ് ആകുമല്ലോ. ആ സമയത്ത് നല്ലൊരു തുക കിട്ടും. ഇനിയിപ്പോ ദിലി സഹായിച്ചില്ലെങ്കിലും ഇതൊക്കെ നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. ദീപ സങ്കടപ്പെടുകയാണ്, അമ്മയെ ഒരിക്കലും സങ്കടപ്പെടുത്തരുതെന്ന് കരുതിയതാണ്. പക്ഷെ എന്റെ കാര്യം വന്നപ്പോൾ അതിന് സാധിച്ചില്ല. അങ്ങനെയൊന്നും ഇല്ല മോളെ, എന്റെ മോൾക്ക് നല്ലൊരു ബന്ധം കിട്ടാൻ വേണ്ടി തന്നെയാണ്. കുടുംബത്തിനകത്ത് ഒരു വിഷയം വരുമ്പോൾ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ സഹായം കിട്ടുകയാണെങ്കിൽ അവരെ തലോടി ആശ്വസിപ്പിക്കാൻ അരികിൽ ഒരാളുണ്ടെങ്കിൽ അതിനപ്പുറം പെൺകുട്ടികൾക്ക് ഒരു ഭാഗ്യവും വരാനില്ല മോളെ. അതെന്റെ ജീവിതം കൊണ്ട് എനിക്കറിയാം. ഞാൻ കിടന്ന് പെടാപ്പാട് പെടുമ്പോഴും നിങ്ങൾ മക്കൾക്ക് എന്റെ കാര്യത്തിൽ സങ്കടമുണ്ട്. എന്നാൽ ഇപ്പോഴും ഒന്നും അറിയാതെ ലഹരിയിൽ മുങ്ങിത്താണു കിടക്കുന്ന ഒരാളുണ്ട് ഇവിടെ. കല്യാണത്തിനെങ്കിലും കതർ മണ്ഡപത്തിൽ അയാൾ കാണണമേ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പോഴുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ മോൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ജയലാലിനെ പോലെയുള്ള ഒരു നല്ല പയ്യനെ മോൾക്ക് കിട്ടാൻ വേണ്ടി അമ്മ ഇങ്ങനെ ഓടി നടക്കുന്നത്. എല്ലാം ശരിയാവും, മോള് ധൈര്യമായിട്ടിരിക്കുക. പിന്നീട് ദീപയെ ഫോൺ ചെയ്യുകയാണ് ജയലാൽ. സന്തോഷത്തോടു കൂടി ഫോൺ എടുത്ത് ഹലോ ലാലേട്ടാന്ന് വിളിക്കുകയാണ് ദീപ. ജയലാൽ ചോദിക്കുകയാണ്, കിടക്കാറായോ? ആ, ലാലേട്ടൻ വിളിക്കുമെന്ന് അറിയാമായിരുന്നു. അതും കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വീട്ടിൽ അമ്മയുള്ളത് കൊണ്ടാണ് എനിക്ക് വിളിക്കാൻ സമയം കിട്ടാത്തത്. അമ്മയ്ക്ക് എന്നെ വിളിക്കുന്നത് ഇഷ്ടമല്ലല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പക്ഷേ പിന്നെ പഴയ ആൾക്കാരല്ലേ, അവരുടെ കാലത്ത് മൊബൈൽ ഫോണൊന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഫോണിലൂടെ സംസാരിക്കുന്നത് ഇഷ്ടമായിരിക്കില്ല. ദീപ ചോദിക്കുകയാണ്, അപ്പോൾ ലാലേട്ടന് നല്ല പേടിയാണല്ലോ. ജയലാൽ ചോദിക്കുകയാണ്, കൊള്ളാം. അപ്പോൾ പിന്നെ ഞാൻ ഈ സംസാരിച്ചതൊക്കെ വെറുതെ ആയോ?
എന്റെ പൊന്നോ, ഞങ്ങൾ രണ്ടാൺമക്കൾക്കും അമ്മയെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. അതിനേക്കാളും പേടിയാണ് അമ്മയെ അച്ഛന്. ഇത് കേട്ട് ചിരിച്ച് ദീപ ചോദിക്കുകയാണ്, അപ്പോൾ അച്ഛനൊരു പാവം അച്ഛനാണ് അല്ലേ? ആളൊരു വീരശൂര പരാക്രമിയാണ്. പണ്ട് യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അമ്മയൊരു ലക്ഷ്മണരേഖ വരയ്ക്കും. അതിനപ്പുറത്തേക്ക് അച്ഛൻ പോകില്ല. സത്യം പറയാമല്ലോ, അച്ഛൻ ഇത്രയും പാവമായതുകൊണ്ടാണ് എനിക്കിപ്പോഴും അച്ഛ എന്ന് വിളിക്കാൻ ഒരാൾ അരികത്തുള്ളത്. അമ്മയ്ക്കെതിരെ നിൽക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ എന്നെ ഈ ബന്ധം അലസിപ്പിരിഞ്ഞേനെ. ഇവിടെ വരുമ്പോൾ ഇവിടത്തെ ചിട്ടകളും രീതികളും ഒക്കെ മനസ്സിലാക്കിക്കോളും. അതേസമയം അവിടേക്ക് വന്ന രാഗിണി ഡാ എന്ന് വിളിച്ച് ഫോൺ പിടിച്ചു വാങ്ങിക്കുകയാണ്. രാഗിണി ദീപയോട് ചോദിക്കുകയാണ്, എന്താടി രാത്രിയിൽ ഒരു ശൃംഗാരം? ഒന്നും മിണ്ടാതെ ദീപ നിൽക്കുമ്പോൾ രാഗിണി ചോദിക്കുകയാണ്, ചോദിച്ചത് കേട്ടില്ലേ? ഒന്നുമില്ലമ്മേ, ലാലേട്ടൻ ഇങ്ങോട്ട് വിളിച്ചതാണ്. രാത്രിയിൽ ഇങ്ങനെ കൂടുതൽ സംസാരമൊന്നും വേണ്ട കേട്ടോ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാമല്ലോ. ആ സമയത്ത് പിന്നെ സംസാരിക്കാനായിരിക്കും പാട്. ഇപ്പോഴുള്ള എല്ലാ ആണിന്റെയും പെണ്ണിന്റെയും കാര്യം ഇത് തന്നെയാണ്. കല്യാണത്തിന് മുമ്പേ സംസാരത്തോട് സംസാരം, കല്യാണം കഴിഞ്ഞാൽ പിന്നെ കീരിയും പാമ്പും. ഈ കൂടുതൽ ഇവനെ സോപ്പിടണ്ട കേട്ടോ. ഇങ്ങോട്ട് വന്നു കേറുമ്പോഴേ ഇവനെ പറിച്ചു നടാമെന്നും കരുതേണ്ട. ഒരുത്തൻ അച്ചിയുടെ പിറകെ പോയി. ഇനി ഇവനെ കൂടെ ഞാൻ വിടത്തില്ല കേട്ടോ. അന്നേരം വാതിൽക്കലേക്ക് വരികയാണ് ജയലാലിന്റെ അച്ഛനും. രാഗിണി പറയുകയാണ്, ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ നിനക്കപ്പോൾ തന്നെ പോകാം. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ വേണം ഇങ്ങോട്ട് എഴുന്നള്ളാൻ. ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് രാഗിണി. ആകെ പേടിച്ചു നിൽക്കുകയാണ് ദീപ. ഫോൺ വെച്ച ശേഷം രാഗിണി ജയലാലിനോട് പറയുകയാണ്, അവളോട് പറഞ്ഞത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. കല്യാണത്തിന് മുൻപേ കൂടുതൽ സംസാരമൊന്നും വേണ്ട. ആണുങ്ങളായാൽ ആണുങ്ങളെ പോലെ സംസാരിക്കാനും പെരുമാറാനും ഒക്കെ പഠിക്കണം. അത് കേട്ട് കൈ ഉയർത്തി ജയലാലിന്റെ അച്ഛൻ പറയുകയാണ്, അതെ, അത് രാഗം പറഞ്ഞത് സത്യമാണ്. കല്യാണം കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ കയറൂരി വിടരുത്. നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു പിടി ഉണ്ടായിരിക്കണം. ഇത് കേട്ട് രാഗിണി ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ഉദ്ദേശിച്ചല്ലോ ഇതൊന്നും പറഞ്ഞത്? ഗംഗാധരൻ പറയുകയാണ്, ഏയ് ഒരിക്കലുമില്ല. ഇവിടെ കടിഞ്ഞാൻ രാഗിണിയുടെ കയ്യിൽ തന്നെയാണ്. ആ ലൈഫ് ഞാനങ്ങ് ആസ്വദിക്കുകയാണ്. ഭാര്യ അനുസരിച്ച് ജീവിക്കുന്നത് ഒരു അപമാനമാണെന്ന് ഞാൻ എവിടെയും പറയാറില്ല. ഇത് കേട്ട് രാഗിണി പറയുകയാണ്, അങ്ങനെ പറഞ്ഞിട്ടും ഫലമൊന്നുമില്ല. ഇനി നിങ്ങളുടെ മരണം വരെ അതങ്ങനെ തന്നെ ആയിരിക്കും. ഗംഗാധരൻ പറയുകയാണ്, ആവണം. ഇനിയിപ്പോ രാഗിണി ശൈലി മാറ്റിയാലും എനിക്കത് മനപ്രയാസമാണ്. രാഗിണി പറയുകയാണ്, മതി മതി. എന്നിട്ട് ജയലാലിനോട് പറയുകയാണ്, കുറച്ചു ദിവസം കൂടി കഴിയുമ്പോൾ അവൾ ഇങ്ങോട്ട് വരേണ്ട പെണ്ണാണ്. അതിനു മുൻപ് തേനെ പാല് എന്നൊക്കെ പറഞ്ഞ് അവളെ കൈവെള്ളയിൽ എടുത്തു വയ്ക്കേണ്ട. ഞാനൊന്ന് സംസാരിച്ചേ ഉള്ളൂ എന്ന് ജയലാൽ പറയുമ്പോൾ വീണ്ടും ദേഷ്യപ്പെടുകയാണ് രാഗിണി. ഇങ്ങനെ രാത്രി കാലത്തുള്ള സംസാരങ്ങളൊന്നും വേണ്ട കേട്ടല്ലോ എന്ന് പറഞ്ഞ് ഫോൺ തിരികെ കൊടുത്തു പോവുകയാണ് രാഗിണി. രാഗിണി പോയ ശേഷം ഗംഗാധരൻ ജയലാലിന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, എടാ, മുറി അടച്ചിട്ട് ബാത്റൂമിലെങ്ങാനും കയറിയിരുന്ന് സംസാരിച്ചൂടായിരുന്നോ നിനക്ക്? ഇക്കാലത്ത് ഇവളിവിടെ ഉള്ളപ്പോൾ ഏതെങ്കിലും പെൺകുട്ടികൾ ഇങ്ങോട്ട് കയറി വരുമോ? ജയലാൽ പറയുകയാണ്, ഈ പെൺകുട്ടി ജീവിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അച്ഛൻ പറയുകയാണ്, അതൊക്കെ കല്യാണം കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. ജയലാൽ പറയുകയാണ്, ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ആ പെൺകുട്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ഗംഗാധരൻ ചോദിക്കുകയാണ്, ഓഹോ, അത് ശരി. എന്നിട്ട് അതേപ്പറ്റി ഇതുവരെ നീ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതൊന്നും അമ്മ അറിയരുതെന്നാണ് എന്റെ പ്രാർത്ഥന. എന്തു പറ്റിയെടാ മോനെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചെറിയൊരു കുഴപ്പമുണ്ടച്ചാന്ന് പറയുമ്പോൾ എടാ മോനെ എന്ന് പേടിയോടെ വിളിക്കുകയാണ് ഗംഗാധരൻ. ഇപ്പോൾ അത് അച്ഛൻ അറിയണ്ട. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നാൽ മതി. അറിയാമല്ലോ നിനക്ക്, മൂത്തവൻ കല്യാണം കഴിച്ചതിന് ശേഷം ഈ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ. ഈ വീട്ടിൽ നടന്ന വഴക്കും ലഹളയും ഒക്കെ 4-5 വീടിനപ്പുറം ഉള്ളവർ വരെ കേട്ടതാണ്. അങ്ങനെ ഒരു വഴക്കും ബഹളവും ഒന്നും ഇനി ഉണ്ടാകത്തില്ല അച്ഛാ. ജീവിതത്തിൽ ഞാൻ തേടി നടന്നിരുന്ന പെൺകുട്ടിയെ തന്നെയാണ് ഇപ്പോൾ ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അവൾക്ക് ചെറിയൊരു പോരായ്മയുണ്ട്. പോരായ്മ എന്ന് വെച്ചാൽ എന്തെങ്കിലും അസുഖമോ മറ്റോ ഉണ്ടോടാ മോനെ? ഒരു അസുഖവും ഇല്ലച്ച, പാവം കുട്ടിയാണ്. പക്ഷെ സാഹചര്യം കൊണ്ട് ചില പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പേടിയോടുകൂടി ഗംഗാധരൻ പറയുകയാണ്, അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടാവുമോ മോനെ? നമ്മുടെ വീട്ടിലെ എല്ലാ അവസ്ഥയും നിനക്കറിയാം. അതൊക്കെ മനസ്സിലാക്കിയിട്ടേ ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാവൂ. അവസാനം അവൾ ഒരു മൂലയിൽ മാറിയിരുന്ന് കരയേണ്ടി വരുന്നത് കാണേണ്ടി വരല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന. അത്രയും പറഞ്ഞു പോവുകയാണ് ഗംഗാധരൻ. പിന്നീട് കാണിക്കുന്നത് രാത്രി ഭാഗ്യലക്ഷ്മിയുടെ ഗേറ്റിനടുത്തേക്ക് ബൈക്കിൽ വരുന്ന ഞണ്ടിനെയാണ്. വണ്ടി നിർത്തി മതിൽ ചാടുകയാണ് ഞണ്ട്. അതേസമയം റൂമിൽ ദിയ സന്തോഷത്തോടുകൂടി ജഗനെ മുൻപ് കണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ചങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം അവിടെ എത്തുകയാണ് ജഗനും ബിനുവും. ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി ബിനു ചോദിക്കുകയാണ്, അണ്ണാ, എല്ലാ ദിവസവും ഇവിടെ വരാമെന്ന് വല്ല നേർച്ചയോ മറ്റോ ഉണ്ടോ?
നമ്മൾ താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നോക്കുന്നതിൽ എന്താടാ കുഴപ്പം? അണ്ണ, ഇങ്ങനെ രാത്രി വന്ന് ചേച്ചിയുടെ വീടും കണ്ടുപോയിട്ട് എന്താ പ്രയോജനം? അകത്തുള്ള ആളിനെ കാണണ്ടേ? ജഗൻ പറയുകയാണ്, വില്ലേജ് ഓഫീസർ എന്ന ആള് ആണിന്റെ തന്റെ ഇടമുള്ള ആളാണ്. നമ്മളെ പോലെയുള്ള ആൾക്കാരെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല. ഇനി ചോദിക്കുകയാണ്, പിന്നെ ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് എന്താ പ്രയോജനം? ജഗൻ പറയുകയാണ്, നീ കൂടുതൽ വർത്തമാനൊന്നും പറയാതെ ഇങ്ങോട്ട് വന്നേ. എന്നിട്ട് ഗേറ്റിന്റെ അഴികൾക്കിടയിലൂടെ അകത്തേക്ക് നോക്കുകയാണ് ജഗൻ. പെട്ടെന്ന് ജഗൻ ഒരു നിഴൽ കാണുകയാണ്. എന്താ അണ്ണാന്ന് ബിനു ചോദിക്കുമ്പോൾ ജഗൻ പറയുകയാണ്, എടാ, ഒരുത്തനകത്തേക്ക് പോകുന്നത് കണ്ടല്ലോ. നീ ഒന്ന് ശ്രദ്ധിക്ക്, ആരോ പൂച്ചയെ പോലെ പമ്മി പമ്മി നടക്കുന്നുണ്ട്. ബിനു പറയുകയാണ്, അത് അണ്ണന് വെറുതെ തോന്നിയതായിരിക്കും. അല്ലടാ, ആരോ അകത്ത് കയറിയിട്ടുണ്ട്. ബിനു പറയുകയാണ്, അത് വല്ല നായ്ക്കളോ മറ്റോ ആയിരിക്കും. നായ്ക്കളെയും മനുഷ്യനെയും കണ്ടാൽ എനിക്കറിഞ്ഞുകൂടെ? നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പോയിട്ട് വരാം. ജഗന്റെ കൈ പിടിച്ച് ബിനു പറയുകയാണ്, അണ്ണ, അബദ്ധമൊന്നും കാണിക്കല്ലേ, അകത്ത് നായ്ക്കളോ മറ്റോ കാണും. ജഗൻ പറയുകയാണ്, ഈ വീട്ടിൽ നായ്ക്കളില്ലടാ. ബിനു ചോദിക്കുകയാണ്, ആര് പറഞ്ഞു? അപ്പോൾ അഡ്വക്കേറ്റ് വിജയകുമാറോ? ജഗൻ ദേഷ്യപ്പെടുകയാണ്, ഇടാ, ചളിയടിക്കാതെ വാടാ. അതിനുശേഷം ജഗനും മതിൽ ചാടി അകത്തേക്ക് കടക്കുകയാണ്. ബിനു പറയുകയാണ്, അണ്ണാ സൂക്ഷിച്ച്. അതേസമയം മുറിയിൽ ടേബിൾ ലാമ്പ് ഓണും ഓഫും ആക്കി കളിച്ചുകൊണ്ടിരിക്കുന്ന ദിയ പെട്ടെന്ന് ജനലിൽ കൂടി ഒരു നിഴൽ മാറുന്നത് കാണുകയാണ്. പെട്ടെന്ന് എഴുന്നേറ്റ് ദിയ കരുതുകയാണ്, ആരോ പുറത്തുകൂടി നടക്കുന്നുണ്ടല്ലോ. ജനലിന്റെ കർട്ടൻ മാറ്റി താഴേക്ക് നോക്കുകയാണ് ദിയ. അതേസമയം ദിയയുടെ അരികിലേക്ക് ജനലിൽ കൂടി ഒരു കത്തി വരികയാണ്. അമ്മയെന്ന് വിളിച്ച് പേടിച്ച് റൂമിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് ദിയ. അതിനുശേഷം ഭാഗ്യലക്ഷ്മിയുടെ റൂമിൽ ചെന്ന് അമ്മയെന്ന് തട്ടി വിളിക്കുന്നു. ഭാഗ്യലക്ഷ്മി തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പേടിച്ച് ദിയ പറയുകയാണ്, അമ്മേ, എന്റെ മുറിയിൽ ജനാലയ്ക്കപ്പുറത്ത് ഒരു നിഴൽ കണ്ടു. എന്നെ ആരോ മുട്ടി വിളിക്കുന്നത് പോലെ തോന്നി. പേടിച്ച് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, എന്നിട്ട്? ജനാല തുറന്നപ്പോൾ ഒരു കത്തി എന്റെ നേരെ പാഞ്ഞു വന്നു. അത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ഭാഗ്യലക്ഷ്മി. ദിയ പറയുകയാണ്, അപ്പോൾ വീടിന് പുറത്ത് ആരോ ഉണ്ടമ്മേ. അവരുടെ കയ്യിൽ ആയുധവുമുണ്ട്. പെട്ടെന്ന് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, മോള് വന്നേ, അച്ഛനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും മുകളിലേക്ക് കയറി പോവുകയാണ്. അതിനുശേഷം വിജയകുമാറിന്റെ വാതിൽ തട്ടി ഭാഗ്യലക്ഷ്മി വിളിക്കുകയാണ്, വാതിലൊന്ന് തുറക്കുന്നില്ലല്ലോ അമ്മയെന്ന് ദിയ പറയുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, നന്നായിട്ട് കുടിച്ചിട്ടല്ലേ കിടക്കുന്നത്, പെട്ടെന്നൊന്നും എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും വാതിൽ തട്ടുകയാണ് ഭാഗ്യലക്ഷ്മി. വെള്ളം കേട്ട് ഉണരുകയാണ് വിജയകുമാർ. ഓ ശല്യം, തല്ലി പൊളിക്കേണ്ട എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് വിജയകുമാർ. വാതിൽ തുറന്ന് വിജയകുമാർ ദേഷ്യപ്പെടുകയാണ്, ഉറക്കത്തിലും സ്വൈര്യം തരില്ലേ എന്താ? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ആരോ നമ്മുടെ കോമ്പൗണ്ടിൽ കയറിയിട്ടുണ്ട്. ദിയ മോള് നിഴലനക്കം കണ്ട് ജനൽ തുറന്നപ്പോൾ ആരോ അവളെ കൊല്ലാൻ ശ്രമിച്ചു. മോളുടെ നേരെ ഒരു കത്തി പാഞ്ഞു വന്നു. വിജയകുമാർ ചോദിക്കുകയാണ്, സത്യമാണോടി, അതോ ശബ്ദം കേട്ട് ഇവൾ വന്നപ്പോൾ നീ കഥയുണ്ടാക്കിയതാണോ? ദിയ ചോദിക്കുകയാണ്, അച്ഛൻ ഇതെന്തൊക്കെയായി പറയുന്നത്? വിജയകുമാർ ചോദിക്കുകയാണ്, അല്ല, നിന്റെയൊക്കെ രഹസ്യക്കാരനാണോ വന്നതെന്ന് ആർക്കറിയാം? ഭാഗ്യലക്ഷ്മി ദേഷ്യപ്പെടുകയാണ്, വീടിനകത്ത് ആണായിട്ട് നിങ്ങൾ ഒരാളെയുള്ളൂ, അതാണ് വിളിച്ചത്. ആണിനെക്കാളും തന്റെ ഇടമുള്ളവരല്ലേ നിങ്ങൾ രണ്ടാളും. പിന്നെന്തിനാടി എന്നെ വിളിക്കുന്നത്? ഭാഗ്യലക്ഷ്മിയെ പിടിച്ച് ദിയ പറയുകയാണ്, വാ അമ്മേ, നമുക്ക് നോക്കാം. വിജയകുമാർ പറയുകയാണ്, അതെ, നിന്നെയൊക്കെ കാണാൻ വന്നതാണെങ്കിൽ നിന്റെയൊക്കെ ശത്രുക്കളായിരിക്കും. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ആണെങ്കിൽ കൊല്ലട്ടെ, ചത്തുകഴിഞ്ഞാൽ പിന്നെ ഈ സംസാരമൊന്നും കേൾക്കണ്ടല്ലോ. വാ എന്ന് പറഞ്ഞ് ദിയയും കുട്ടി താഴേക്ക് പോവുകയാണ് ഭാഗ്യലക്ഷ്മി. അതേസമയം ഞണ്ടിനെ ഓട്ടിക്കുകയാണ് ജഗൻ. തിരികെ മതിൽ ചാടാൻ നോക്കിയ ഞണ്ടിനെ പിടിച്ച് അടിക്കുകയാണ് ജഗൻ. അതേസമയം പുറത്തേക്ക് വരികയാണ് ദിയയും ഭാഗ്യലക്ഷ്മിയും ടോർച്ചുമായി വിജയകുമാർ ടോർച്ചടിക്കുമ്പോൾ ജഗനെയാണ് കാണുന്നത്. ജഗന്റെ മുഖം കണ്ട് ദിയയെ നോക്കുകയാണ് വിജയകുമാർ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.